നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വേദഭാഗത്തിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ആഴ്ച പഠിച്ച വേദഭാഗം 2:1 എൻ്റെ മകനെ ക്രിസ്തുയേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക. Therefore, my son, be strong in the grace that is in Christ Jesus. Hallelujah. കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ പ്രിയ പ്രസിഡന്റ് ശക്തമായ ദൈവികാലോചനകൾ കേൾപ്പാനിടയായി തീർന്നു. കൃപയെക്കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പിന്നെയും തുടർച്ചയായി നമ്മൾ കേൾക്കുന്നത് ക്രിസ്തു യേശുവിൻ്റെ കൃപയിൽ നമ്മൾ ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ പിശാച് പല തന്ത്രങ്ങളുമായിട്ട് പയറ്റിക്കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ എതിരികൾ നിസ്സാരമല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണല്ലോ ലേഖനം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒടുവിൽ കർത്താവിലും അവന്റെ ബലത്തിലും ശക്തിപ്പെടുവരും. കാരണം പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പിശാച് പല തന്ത്രങ്ങളുമായിട്ട് നമുക്കെതിരെ വരികയാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു പ്രഗത്ഭനായ ഒരു ദേവദാസൻ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരണപ്പെടുവാൻ ഇടയായിരുന്നു. അതിനെക്കുറിച്ച് ഒരു ദേവദാസൻ ഇങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് വിശ്വാസ സമൂഹങ്ങൾ, ദേവദാസ അഭിഷിക്തന്മാർ, വിശ്വാസികൾ ഒക്കെ മരണപ്പെടുന്നു, അപകടങ്ങളിൽ പെട്ടുപോകുന്നു എന്നുള്ള ഒരു വലിയ കാര്യം അദ്ദേഹം അതിനെപ്പറ്റി ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനിടയായി തീർന്നു. അത് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വളരെ ചിന്തിപ്പാനിടയായി തീർന്നു. നമ്മൾ എന്ന് പറയുന്നത് നിങ്ങൾ ഭയപ്പെടുന്നത് നമ്മൾ പിശാചിന്റെ നോട്ടപ്പുള്ളിയാണ്. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരെയാണ് അവൻ നോട്ടപ്പെടുന്നത്. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്നവനെ എങ്ങനെ വീഴ്ത്താം എന്നുള്ളതാണ് പിശാചിന്റെ പദ്ധതി. അതുകൊണ്ട് തന്ത്രങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ നമ്മൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ സ്തോത്രം നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. നമ്മുടെ വാഹനത്തെ യേശുവിന്റെ രക്തത്താൽ മറച്ചുകൊണ്ട് വേണം നമ്മൾ മുമ്പോട്ട് വാഹനം എടുക്കാനായിട്ട്. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഇഗ്നോറൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്, അജ്ഞത കൊണ്ടുവരും. നമ്മൾ വാഹനം എടുക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഒത്തിരി അബദ്ധം പറ്റിയിട്ടുണ്ട്. സ്തോത്രം. ചിലപ്പോൾ ടയറിന്റെ കാറ്റ് കാണത്തില്ല, ചിലപ്പം പിന്നെ നമ്മുടെ റേഡിയേറ്ററിൽ വെള്ളം കാണത്തില്ല. UAE വെച്ച് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാതെ പോയി എഞ്ചിൻ ചൂടായതിൻ്റെ ആയുധനിറമാണ് റേഡിയേറ്റർ മാറ്റി വെക്കാനായിട്ട് പോയത്. അങ്ങനെ എനിക്ക് ഒത്തിരി നഷ്ടങ്ങളുണ്ട്. എൻ്റെ ഇഗ്നോറൻസ്, പിശാച് പലപ്പോഴും ഇഗ്നോറൻസ് കൊണ്ടുവരും. നമ്മൾ വളരെ കരുതലോടെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെ, പക്ഷെ ഒരു കാര്യം നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല പറയുന്നത്, നമ്മുടെ കർത്താവ് നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഇതിനെ ജയിക്കുവാൻ ആവശ്യമേറിയ ദൈവകൃപ നമ്മുടെ മേൽ ശക്തമായി പകർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ കുറിച്ചൊന്നും ഭയപ്പെടേണ്ട. സ്തോത്രം. ഞാനത് പറയാനാണ് അത്രയും പറഞ്ഞത്. സ്തോത്രം. നമ്മുടെ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാൻ. സ്തോത്രം. ഇവിടെ വായിച്ച വേദഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് 1-ാം അധ്യായത്തിൽ കൂടെ ചില കാര്യങ്ങളും കൂടെ ലേഖനത്തിൽ ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. അതിന്റെ പൗലോസ് തീമോഥെയോസിന് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുമ്പോൾ, റോമിലെ കാലഘട്ടത്തിൽ കിടക്കുമ്പോൾ, രാത്രിയും പകലും ഡേ ആൻഡ് നൈറ്റ് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഇത്ര അഭിഷേകമുള്ള, ഇത്ര ആത്മനിറവുള്ള ഒരു ശക്തനായ ദൈവദാസൻ അടുത്ത ഒരു ശുശ്രൂഷ ഒരാളെ ഏൽപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ആ മകനെ ഓർത്ത് ശക്തമായി രാവും പകലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. അതിനുശേഷം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്യമുണ്ട്, വായിക്കാം. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇവിടെ നമ്മൾ വായിച്ച ഈ ഭാഗം നോക്കിയേ. പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ റിമൈൻഡ് ചെയ്യും, ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വാക്യത്തിൽ പലകാലം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ മേൽ ദൈവം ചില കൃപാവരങ്ങൾ പകർന്നിട്ടുണ്ട്. എത്ര വിശ്വസിക്കുന്നു? നമുക്ക് കൃപാവരങ്ങൾ പകർന്നിട്ടുണ്ട്. അത് തിരിച്ചറിയണം. എഫെസ്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന
പിതാവാം ദൈവത്തിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. 1:3 ഞാൻ വായിച്ചത്. എന്ന് പറഞ്ഞാൽ we already blessed with the spiritual blessing. ഇനി ഒരു ബ്ലെസ്സിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയല്ല, ഓൾറെഡി ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ടാണ് കർത്താവ് ക്രൂശിൽ പറഞ്ഞത് it is finished. സകലം നിവൃത്തിയായി. ഇനി പുതുതായിട്ടൊന്നും സ്ഥാപിക്കുവാനില്ല, ഇനി പുതുതായിട്ടൊന്നും തരാനില്ല. നമ്മൾ ഓൾറെഡി നമ്മുടെ അകത്ത് ഈ ഫെയ്ത്ത് ഉണ്ടായിരിക്കണം. ഞാൻ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൈവച്ച് അവർ സ്കൂളിൽ പോകുമ്പോൾ കോളേജിൽ പോകുമ്പോൾ അവരുടെ കൈവച്ച് നിങ്ങൾ മാതാപിതാക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്, ആ സ്തോത്രത്തിന് ഒരു പവർ ഉണ്ട്. അതൊരു പ്രൊട്ടക്ഷനായി തീരുമാനമായി തീരും. ഇന്ന് പകൽ ആരെങ്കിലും അത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റും. നിങ്ങൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ, നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ ഒരു പ്രാർത്ഥിച്ച് തന്നെ മുമ്പോട്ട് യാത്ര ചെയ്താൽ ദൈവം ആ ദിവസം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പൗലോസ് തീമോഥെയോസ് പറയുകയാണ്, നിന്റെ സ്തോത്രം നിന്നിൽ എന്റെ കൈവപ്പിനാൽ ഞാൻ നിന്റെ മേൽ കൈവച്ചപ്പോൾ. അവിടെ അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കേണ്ടത് പൗലോസ് കൈവച്ചപ്പോൾ പൗലോസിനുണ്ടായിരുന്ന കൃപാവരങ്ങൾ തീമോഥെയോസിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യല്ല ചെയ്തത്. സ്തോത്രം. എങ്ങനെയാണ് കൃപാവരങ്ങൾ വെളിപ്പെട്ടത്? നമുക്കൊന്ന് വായിക്കാം. 1 തീമോഥെയോസ് 4:14 വായിച്ചാട്ടെ. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ. അപ്പോൾ കൃപാവരം എന്ന് പറയുന്നത് സ്തോത്രം ഒരു അഭിഷിക്തൻ. ഇവിടെ പറയുന്ന പ്രെസ്ബിറ്ററി, സഭയിലെ പ്രെസ്ബിറ്ററി വന്ന് തീമോഥെയോസിന്റെ ദേഹത്ത് അല്ലെങ്കിൽ തലയിൽ കൈവച്ചപ്പോൾ ഒരു പ്രോഫസി, ഒരു പ്രവചനം വെളിപ്പെടും. തീമോഥെയോസിന് ഇന്ന കൃപാവരങ്ങൾ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു പ്രവചനമാണ്, അത് ദൈവമാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ദേഹത്തൊക്കെ കൈവച്ചിട്ട് ഏതെങ്കിലും ദൈവദാസനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സ്തോത്രം, ആ കൃപാവരങ്ങൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ സ്തോത്രം, അത് ഈ ദിവസങ്ങളിൽ ജ്വലിപ്പിക്കണം. കൃപാവരം എന്ന് പറഞ്ഞ് എന്റെ കയ്യിലിരിക്കുന്ന കൃപാവരം നിങ്ങളുടെ മേൽ വരുന്നതല്ല. ഞാൻ നിങ്ങളുടെ മേൽ വെക്കുമ്പോൾ, കൈവെക്കുമ്പോൾ, നിയോഗത്താൽ ചെയ്യുമ്പോൾ പ്രവചന ആത്മാവിൽ ദൈവം നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങളുടെ മേൽ പകർന്ന കൃപാവരങ്ങൾ. ഈ കൃപാവരം എന്താണ്? നമുക്കൊന്ന് പോയി 12-ാം അധ്യായം നമുക്ക് വായിക്കാം. 1 Corinthians 12-ാം അധ്യായം. അതിനകത്ത് കുറെ കൃപാവരങ്ങൾ പറയുന്നു. 1 Corinthians 12:4. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആത്മാവ് ഒന്നത്രേ. ആത്മാവ് ഒന്നേ ഉള്ളൂ, പക്ഷെ കൃപാവരങ്ങൾ വ്യത്യസ്തമാണ്. അടുത്ത ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. എന്റെ ശുശ്രൂഷ ആയിരിക്കത്തില്ല സച്ചിൻ ബാബു ശുശ്രൂഷ, അതായിരിക്കത്തില്ല സ്മിത്ത്, അതായിരിക്കത്തില്ല ടോംബറിന്റെ, അതായിരിക്കത്തില്ല ഫിലോറന്റെ, അതായിരിക്കത്തില്ല നിങ്ങളുടെ സഹോദരിമാരെ നിങ്ങളുടെ മേൽ പകർന്ന മിനിസ്ട്രി ഡിഫറന്റ് ആണ്. ശുശ്രൂഷകൾ വ്യത്യാസമുണ്ട്. പക്ഷേ കർത്താവ് ഒരുവൻ, ആത്മാവ് ഒന്നേ ഉള്ളൂ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. അതില്ല. അടുത്ത വാക്യം. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. There are varieties of effects. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. അടുത്തത്. എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ഒരുവനത്രേ ദൈവമാണ്. അടുത്ത വാക്യം. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അപ്പോൾ എന്തിനാണ് കൃപാവരം നമ്മുടെ അകത്ത് പകരപ്പെടുന്നത് വെച്ചാൽ അത് പൊതു പ്രയോജനത്തിനാണ്. എന്റെ അകത്തൊരു കൃപാവരം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പ്രയോജനം ചെയ്യും. അല്ലെ കൃപാവരം കൊണ്ട് ഒരു ഗുണവുമില്ല. അതാണ് പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞത്, മൂപ്പന്മാരുടെ കൈവപ്പിനാൽ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച കൃപാവരം നീ എന്ത് ചെയ്യരുത്? അതിനെ ഇഗ്നോർ ചെയ്യരുത്, അതിനെ നെഗ്ലക്ട് ചെയ്യരുത്, അതിനെ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്.
കൃപാവരമൊന്നുമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ആരാധിക്കുന്ന നമ്മളെല്ലാം ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ്. ആരാധിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ അല്ല കൃപാവരം. ഇവിടെ കൃപാവരങ്ങളെ കുറിച്ച് പൗലോസ് പ്രത്യേകമായി പറയുന്നു. ഈ കൃപാവരങ്ങൾ നാം പ്രാപിക്കണം. സ്തോത്രം. ഇത് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ കഴിയത്തോളൂ, ദൈവരാജ്യത്തോട് പ്രയോജനപ്പെടുവാൻ കഴിയത്തോളൂ, കർത്താവ് നമ്മളെ ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ പറയുന്നു, കൃപാവരം വിറ്റ് പബ്ലിസിറ്റി കൊടുക്കാനല്ല, കൃപാവരം വിറ്റ് സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ പ്രശസ്തി, നമ്മുടെ സ്തോത്രം ഹല്ലേലൂയ നമ്മളെ കിങ്ഡം സ്ഥാപിക്കാനല്ല, അത് പൊതു പ്രയോജനത്തിനായി പ്രകാശനം ചെയ്യും. ആമേൻ ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, കൃപാവരങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, ഒരാൾ ഈ സഭയ്ക്കകത്ത് ജ്ഞാനത്തിന്റെ വചനം പറയുന്ന ഒരാൾ, അതൊരു കൃപാവരമാണ്. ഒരാൾ പ്രസംഗിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ ആത്മാവ് വെളിപ്പെടുന്നുണ്ട്, അതൊരു കൃപാവരം. അടുത്ത മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. ജ്ഞാനത്തിന്റെ വചനം പറയുന്ന ആൾക്ക് ചിലപ്പോൾ പരിജ്ഞാനത്തിന്റെ വചനം ലഭിക്കണമെന്നില്ല. അപ്പൊ മറ്റൊരാൾക്ക് ഇംഗ്ലീഷിൽ for to one given the word of wisdom through the spirit, to another the word of knowledge. ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ഇതെല്ലാം ഒരു ദൈവ സഭയ്ക്കകത്ത് പൊതു പ്രയോജനത്തിനായിട്ട് പ്രകാശിക്കപ്പെടും. മൂന്നാമത്തെ, വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം. പൗലോസിൽ ഒക്കെ ഉണ്ടായിരുന്നതാണ് ആ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ പറയുന്നത് 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതേ ഞാനല്ല, നോ ലോങ്ങർ ഐ ലീവ്. എന്നാൽ ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ അത്രേ. പൗലോസ് ആരായിരുന്നു? പൗലോസ് ഒരു കപ്പൽ വ്യാപാരിയുടെ മകനാണ്, റിച്ചാണ്, കോടിക്കണക്കിന് സ്വത്തുള്ള ഒരു അപ്പോസ്തലനാണ് പൗലോസ്. എല്ലാം ചപ്പും ചവർന്നും കണ്ടിട്ട് കൂടാരപ്പണി ചെയ്ത് തന്റെ തൊഴില് ടെന്റ് മേക്കറാണ്, കൂടാരപ്പണി ചെയ്ത് രാവും പകലും സുവിശേഷം പറഞ്ഞ് ജീവിച്ച അതേപോലെ ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ വിശ്വാസത്തിന്റെ ആത്മാവ്. ചിലരുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർ തളർന്നു പോലെ അവർക്കകത്തൊരു ഭയങ്കര ഫെയ്ത്തായി. അതൊരു ഗിഫ്റ്റാണ്, അതൊരു കൃപാവരമാണ്. അത് എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. ഒരേ ആത്മാവിൽ വിശ്വാസം, ഫെയ്ത്ത്. ഹല്ലേലൂയ. നമ്മളെല്ലാം വലിയ ഫെയ്ത്ത് ഒക്കെ പറയും, പക്ഷെ ഫെയ്ത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ ശരിക്കും ഫെയ്ത്ത് പ്രശ്നം വരുമ്പോൾ നമ്മൾ പതറിപ്പോകും. കേരളക്കരയിൽ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, വളരെ പരിചയമുള്ള ഒരു ദൈവദാസനാണ്. സമയം കടന്നു പോകുന്ന സ്പീഡിൽ പോവാണ്. അത് എപ്പോ പ്രസംഗിച്ചാലും ഭയങ്കര ഫെയ്ത്ത് പ്രസംഗിക്കും, ഭയങ്കര സ്ട്രോങ് ആണ്. ഞങ്ങൾ യുഎഇന്ന് ജോലിയൊക്കെ രാജിവെച്ചപ്പോ ഞങ്ങളുടെ വിശ്വാസത്താൽ ജോലി റിസൈൻ ചെയ്തു. റിസൈൻ ചെയ്തപ്പോൾ പുള്ളി ചോദിക്കുക, എന്തിനാ ജോലി കളഞ്ഞിട്ട് വെറുതെ നാട്ടിൽ പോകും? ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് 150 വട്ടം പ്രസംഗിച്ചിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് പ്രസംഗിക്കാൻ പറ്റും, മറ്റൊരാളോട് പറയാൻ പറ്റും. പക്ഷെ വിശ്വാസത്തിന്റെ ആത്മാവ് ഇസ്രായേൽ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. അവർ കേട്ട വചനം വിശ്വാസമായി ജീവനായി പരിണമിച്ചില്ല. സ്തോത്രഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ മക്കള് ഈ ചെങ്കടൽ കടന്നു. പുറപ്പാട് 15 വായിക്കുമ്പോൾ മിരിയാം തപ്പി എടുത്ത് നമ്മുടെ വർഷിപ്പിനെ ലീഡ് ചെയ്തു, വളരെ ശക്തമായിട്ട് ആരാധിച്ചു, തുള്ളി. നമ്മുടെ ഇന്നത്തെ ഭാഷയെ പറഞ്ഞ് അന്യഭാഷയൊക്കെ പറഞ്ഞ് അവൻ സ്തോത്രം ഇവിടെ വന്നപ്പോൾ സ്തോത്രം. അടുത്ത എന്റെ 15 അധ്യായത്തിൽ അതിന്റെ അവസാനം എഴുതിയിരിക്കുന്ന 16 പുറപ്പാട് 16 അവർ ഒന്ന് വായിച്ചാൽ സ്തോത്രം. പെട്ടെന്ന് പുറപ്പാട് ദിവസം
അതിന്റെ 15:22. അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു. അവർ ശൂർ മരുഭൂമിയിൽ ചെന്നു. 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറായിലെത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർ കഴിഞ്ഞില്ല. ഇവർക്ക് 3 ദിവസം വെള്ളമില്ല. നല്ല വർഷിപ്പൊക്കെ സന്തോഷിച്ചോടെ വന്നതാണ്. ഇവിടെ സ്തോത്രം ഒരു ശൂർ മരുഭൂമി ചെന്നപ്പോൾ വെള്ളമില്ല. ഒരു ഭയങ്കര നമ്മളിതുപോലെ ആരാധിക്കും ഭയങ്കര ഞാൻ പറയാം നമ്മളെല്ലാവരും എന്നെ കൂടെ പ്രതികർത്താൻ പറയുന്നത്. നമ്മൾ ആരാധിക്കുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര ഫെയ്ത്ത് കൊണ്ട് ആരാധിക്കില്ലേ. ഇവിടെ ഭയങ്കര ആരാധനയും ഒക്കെയാണ്. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ഓണസ്റ്റിലിയാൻ ആസ്തിക്കും, നമുക്ക് ഫെയ്ത്ത് ഉണ്ട്, കർത്താവ് വിശ്വാസമുണ്ട്, കർത്താവിനെ നടത്തുമെന്ന് വിശ്വാസം. ഹല്ലേലൂയ. അവൻ നാം അവിശ്വസ്തരായി പറഞ്ഞാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവന്റെ സ്വഭാവം തിരിക്കാൻ അവൻ നമ്മോട് പറഞ്ഞ വാക്തത്വങ്ങളൊക്കെ നമ്മൾ മറന്നു. നമുക്ക് ഓർമ്മയൊന്നും കാണത്തില്ല, പക്ഷെ ദൈവം അത് മറന്നിട്ടില്ല. വളരെ കർത്താവിനെ ശക്തമായി ആരാധിച്ച് അവൻ ചെങ്കടലൊക്കെ കടന്ന് വളരെ എന്താ തുള്ളിച്ചാടി സന്തോഷത്തോടെ നമ്മുടെ കുഴപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കുമ്പോൾ നമുക്ക് എല്ലാവരും ആരാധിക്കാനും തുള്ളാനൊക്കെ സന്തോഷം കാണും. എന്നാൽ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യപ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മാറായ വെള്ളം കുടിക്കാൻ അവർ കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. കയ്പിന്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ചില ബിറ്റർനെസ്സുകൾ വരുമ്പോൾ, ചില കയ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ ഫെയ്ത്ത് എക്സർസൈസ് ചെയ്യാൻ കഴിയുന്നില്ല, ഫെയ്ത്ത് വെളിപ്പെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം ഞങ്ങൾ എന്ത് കുടിക്കുന്നു പറഞ്ഞു മോശയോടെ തന്നെ പേര്. കഴിഞ്ഞ കുറച്ചു മുമ്പ് ദൈവം നല്ലവനാണ്, ദൈവം നല്ലവനാണ്, ഗോഡ് ഈസ് ഗുഡ്, ഗോഡ് ഈസ് ഓൾവേസ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരാധിച്ച് തുള്ളിച്ചാടി ഇറങ്ങി വന്നപ്പോൾ പിന്നെ കാണുന്നത് സ്തോത്രം ഞങ്ങൾ എന്തോ തിന്നു എന്തോ കുടിക്കും. ജനം പിറുപിറുത്തു എന്ന് പറഞ്ഞാൽ ജനം ദൈവത്തിന് എഗൻസ്റ്റ് ആയതാണ്. നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നത് ദൈവത്തിനെതിരായിട്ടാണ്. നമ്മുടെ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ, ചെറിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും പിറുപിറുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന് എഗൻസ്റ്റ് ആയിട്ടാണ് പിറുപിറുക്കുന്നത്. സാത്താൻ നമുക്കെതിരെ ക്ലെയിം ചെയ്യുവാൻ ഇടയായി തീരും. രാത്രിയിൽ അതാണ് അതാണ് സ്വതല്ല. പലപ്പോഴും നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം ദൈവത്തിന് എഗൻസ്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ബ്ലെസ്സിങ്ങുകൾ പലപ്പോഴും തടയപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വളരെ നീണ്ടു പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ ഭാഗങ്ങൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ട്. അല്ലല്ല, ഞാനൊരു സ്റ്റഡി പോലെ നടത്താനാണ് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നത്. അല്ലല്ല, ദൈവത്തിന്റെ അടിസ്ഥാനങ്ങൾ നാം മനസ്സിലാക്കിയാൽ ഓരോരുത്തരും നമ്മളെ പറ്റിക്കുവാൻ സാധ്യമല്ല. ഞാൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും ഇത് ദൈവത്തിന്റെ വചനത്തിലുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഓരോ പേരെ വിശ്വാസികൾ അവർ തെസ്സലോനിക്ക വിശ്വാസത്തെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ കേട്ടത് അങ്ങനെ കേട്ടത് എടുക്കുകയല്ല, ദിനം പ്രതി അവർ തിരുവെഴുത്തുകളെ പരിശോധിച്ച് ഇവർ പ്രസംഗിച്ചത് അങ്ങനെ തന്നോ എന്ന് അവൻ നോക്കിക്കൊണ്ടേയിരുന്നു. ആരുടെ പ്രസംഗം നിങ്ങൾ യൂട്യൂബിൽ കേട്ടാലും ദൈവവചനത്തിന് അടിസ്ഥാനമുണ്ടോ? വിശുദ്ധ വേദപുസ്തകം ഈ വചനവുമായിട്ട് എന്ത് ബന്ധം പറയുന്നു? അല്ലാതെ ഇങ്ങനെ പ്രസംഗിച്ചു അങ്ങനെ പ്രസംഗം മറ്റതാണ് നല്ലതാണ് എന്നുള്ള ചിന്തയിലല്ല പറയാം. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ ചിന്തിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ വെളിപ്പാടെന്ന് പറഞ്ഞാൽ തലയിറങ്ങിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ഇല്ലാത്ത ഒരു വെളിപ്പാടുമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവൻ കർത്താവ് 3.5 വർഷത്തെ തന്റെ പരസ്യ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെടുത്തിയതിനപ്പുറമായിട്ടൊന്നുമില്ല. ഈ ഉൽപ്പത്തി തൊട്ട് മലാക്കി വരെയുള്ള പുസ്തകങ്ങളും 4 സുവിശേഷ പ്രതികളിലും കർത്താവിന്റെ ജീവിതവും ഉപദേശവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് ഉപദേശമില്ല, അതിനപ്പുറമായിട്ട് വെളിപ്പാടില്ല, അതിനപ്പുറമായിട്ട് കൃപകളില്ല. ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഈ ആത്മീയ ഗോളത്തെ പിശാച് വഴിതെറ്റിച്ചു വിട്ടുന്ന ദുരുപദേശങ്ങളാൽ, വിവിധ തരത്തിലുള്ള ഉപദേശങ്ങളാൽ സഭയെ വലിച്ചിഴച്ച് ഭിന്നമാക്കി ഐക്യത്തെ തകർത്ത് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് എന്താ പിശാച്
പിശാച് നമുക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. നമ്മൾ ഒരാളെ വിളിച്ചാൽ ചോദിക്കും അവർ ഇന്നതാളെ പറയുന്നത്, വേറെ ആളെ വിളിച്ചു ചോദിക്കും അവർ ഇന്നതല്ലേ പറയുന്നത്. ആരെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് കഴിയാത്തതിന്റെ കാരണം പിശാച് ഇങ്ങനെ വിവിധ ഉപദേശങ്ങൾ കൊണ്ടുവന്ന് സഭയെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. അതാണ് പൗലോസ് വിനയത്തിൽ വന്നപ്പോൾ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ പോയാൽ കൊടിയ ചെന്നായ്ക്കൾ ദൈവസഭയ്ക്കകത്ത് കിടക്കും. വിപരീത ഉപദേശം പറയുന്ന കൊടിയ ചെന്നായ്ക്കൾ സഭയ്ക്കകത്ത് നേരിടും. അവർ നിങ്ങളെ വലിച്ചെടുത്തു കൊണ്ടുപോകും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ എഫെസ്യ ലേഖനത്തിൽ സഭയ്ക്ക് ലേഖനം എഴുതുവാൻ കർത്താവ് യോഹന്നാനോട് പറയുമ്പോൾ അവരെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിങ്ങൾ. നാം വിശ്വസിച്ച സമയത്ത്, നാം കർത്താവിന് വേണ്ടി തീഷ്ണോടുന്ന സമയത്ത്, എരിവോടുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്നേഹം നമുക്ക് ഇപ്പോഴുണ്ടോ എന്ന് നമുക്കൊരു ആത്മപരിശോധന നടത്തേണ്ടി. ഒത്തിരി പറയുവാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നീട്ടുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. പിന്നെയും ദൈവം വെച്ചാൽ പിന്നെയും തുറന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കും. ഇവിടെ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ വായിച്ചാട്ടെ. രോഗശാന്തികളുടെ വരം, അതിന് ഗിഫ്റ്റുണ്ട്. രോഗശാന്തി, ഒരാൾക്ക് രോഗശാന്തി കാണും. പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അതാണ് മേൽ ദൈവം ഒരു ഗിഫ്റ്റായി. അത് നമ്മൾ കുറച്ച് കാണേണ്ട കാര്യമില്ല. അടുത്തത് മറ്റൊരുത്തന് വീര്യപ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ ഉള്ളതായിട്ടുള്ള ഗിഫ്റ്റ്. അടുത്തത് മറ്റൊരുവന് പ്രവചനം, പ്രവചനത്തിന്റെ ഒരാൾക്ക് പ്രൊഫസി ആയിരിക്കാം. അടുത്തത് മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, മറ്റൊരാൾക്ക് ആത്മാക്കളെ നമ്മൾ ഇവിടെ വരുന്ന സഭയിൽ വരുന്നായാലും വെളിയിലൊക്കെ കാണുന്ന ആത്മാക്കളൊക്കെ ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഗിഫ്റ്റ്. അടുത്ത വാക്യം, വേറൊരു പലവിധ ഭാഷകൾ, പലവിധ ഭാഷകൾ. നമ്മുടെ ഇംഗ്ലീഷോ അറബിയോ കന്നഡയോ തെലുങ്ക്, നമ്മുടെ ഹിന്ദി അല്ലെങ്കിൽ ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല, എത്രയോ ഇല്ലിറ്ററൽ ആയിട്ടുള്ള ദൈവദാസന്മാർ. ഒരിക്കൽ ഇല്ലിറ്ററൽ ആയിട്ടുള്ള ദൈവദാസൻ ഒരക്ഷരവും മലയാളം മാത്രമല്ല ഒരു ഭാഷയും അറിയാത്ത, ഒരു വിദ്യാഭ്യാസമില്ലാത്ത ഒരു ദൈവദാസൻ ജർമ്മനിയിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ട് മടങ്ങി വന്നു. പിന്നീട് ചോദിച്ചു അദ്ദേഹത്തിന് പോലും അറിയത്തില്ല എന്താ സംഭവിച്ചത്. മറ്റൊരുത്തിന് പലവിധ ഭാഷകൾ. അടുത്തത് മറ്റൊരു ഭാഷകളുടെ വ്യാഖ്യാനം, ഭാഷകൾ വ്യാഖ്യാനിക്കുവാൻ, നമ്മൾ പറയുന്ന അന്യ ഭാഷകൾ വ്യാഖ്യാനിക്കുവാനുള്ള ഗിഫ്റ്റ്. അടുത്തത് എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുത്ത ഒരു കാര്യം, ഒരേ ആത്മാവിനെ. ഞങ്ങളുടെ ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രഭാവനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്രയും പറഞ്ഞത് മനസ്സിലാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം മനസ്സിലായി. സഭയ്ക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഗിഫ്റ്റുകൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് ദൈവം എന്തായാലും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിശ്വസിക്കണം. പിശാചുകളെ പറ്റിക്കരുത്. ഇനി ഞാൻ ഒന്ന് രണ്ട് ഗിഫ്റ്റുകളുടെ കൊല്ലത്തിൽ തന്നെ പറയാം. ഇത് മാത്രമല്ല ഗിഫ്റ്റ്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത അതിന്റെ 12 തന്നെ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 28 തൊട്ടൊന്ന് വായിച്ചാൽ ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും മിനിസ്ട്രിയാണ് സഭയ്ക്കുള്ളത്. 5 തരത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ. അടുത്ത വാക്യം, പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം. നമ്മൾ നേരത്തെ ചിന്തിച്ചു. അടുത്തൊരു വരം, സഹായം ചെയ്യാൻ വരമാണ്. അതൊരു കൃപാവരമാണ്. ഒരാളെ സഹായിക്കുന്നത് ഏത് തരത്തിലായിക്കോട്ടെ അത് ചെയ്യാം. നമ്മളെനിക്ക് നമുക്കൊന്നും ഇല്ലെന്ന് ചിന്തിക്കരുത്. ഒരാളെ സഹായിക്കാൻ പറ്റുന്നത് ഒരു വരമാണ്, സഹായത്തിനുള്ള വരം. അടുത്തത് പരിപാലന വരം. പരിപാലിക്കാൻ അതൊരു വരം. അതില്ലാത്തവർ ചെയ്യാൻ പറ്റത്തില്ല. അതില്ലാത്തവർ ചെയ്തു കഴിഞ്ഞാൽ സഭ ചിന്ന ഭിന്നമായി. എന്നോട് വിവാസം ഉണ്ടായിരുന്നു. അദ്ദേഹം ആളുകളെ മീൻ പിടിച്ചോണ്ട് വരും, പക്ഷെ ഇവരെ വെട്ടി പരിപാലിക്കാൻ അറിയത്തില്ല. ആത്മാക്കളൊത്തിരി കൂടി, പക്ഷെ പരിപാലന വരമില്ലാത്തൊരു നിവാസം. അവസാനം എല്ലാം നാല് വഴിയായിട്ട് 10-30 കുടുംബം ഉണ്ടായിരുന്നു. അവസാനം 10-12 കുടുംബം. ഞാൻ പറയുന്നത് എല്ലാം ഒരു ഗിഫ്റ്റാണ്. എല്ലായിടത്തും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ വീട് പണി ചെയ്യുന്ന
കുളമായി പോകും. നമ്മുടെ മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ മാത്രം നമ്മൾ ചെയ്യുക. നമ്മുടെ മേൽ പറ്റുന്ന കൃപാവരങ്ങൾ അത് എത്രയോ നമ്മൾ പ്രാർത്ഥിച്ചത് തിരിച്ചറിയുക. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ മേൽ പകർന്ന കൃപാവരങ്ങൾ എന്താണെന്ന്. അതുകൊണ്ട് പൗലോസ് തീമോഥെയോസിനോട് പറയാ, നിന്നുള്ള കൃപാവരങ്ങൾ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. നീ അതിനെ അല്ലെങ്കിൽ വായിച്ചു വരുന്ന ഭാഗത്തോട്ട് മടങ്ങി വരാം. For this I remind you to kindly afresh the gift of God which is in you through the laying on my hands. For God hasn't given a spirit of timidity but of power, love and discipline. നമ്മുടെ മേൽ പകർന്ന ദൈവത്തിന്റെ ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, ഭീരുവിന്റെ. നേരത്തെ ഞാൻ പറഞ്ഞു, പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാച് പല തന്ത്രങ്ങളുമായി വന്നോട്ടെ, പക്ഷെ നമ്മുടെ അകത്ത് പകർന്ന ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ശക്തിയുടെ, അത് സ്നേഹത്തിന്റെ, അത് സുബോധത്തിന്റെ. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മറ്റൊരാളുടെ കുറവുകളെ സ്നേഹം കാണത്തില്ല, മറ്റൊരാളുടെ ബലഹീനതകളെ സ്നേഹം കാണത്തില്ല. മനുഷ്യ സ്നേഹമല്ല, ക്രിസ്തുവിന്റെ സ്നേഹം. അപ്പോൾ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന്, അതിന്റെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ അത് ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും. അവൻ ഈ ലോകത്ത് ഒന്നിനെ കുറിച്ചും ഭയപ്പെടാത്തവനായി. നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഉള്ളിൽ അത് ഭയമല്ല, അത് ഭീരുത്വമുള്ളതല്ല, ഒന്നിനെ ഭയപ്പെടുന്നതല്ല പരിശുദ്ധാത്മാവ്. രണ്ടത് സ്നേഹമാണ്, അത് ഡിസിപ്ലിനുള്ളതാണ്, അത് അച്ചടക്കമുള്ളതാണ്. ഹല്ലേലൂയ. അത് അച്ചടക്കമില്ലാത്ത, അല്ലെങ്കിൽ സുബോധം എന്ന് പറയുന്നത് അച്ചടക്കമുള്ള. ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് മണിക്കൂറുകൾ പ്രസംഗിച്ചാലും തീരാത്ത ഭാഗങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിയുക. അത് പിശാചിന്റെ തന്ത്രങ്ങളെ വെട്ടുന്നതാണ്, പിശാചിന്റെ ഇഗ്നോറൻസിനെ ഓവർകം ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം പറയുന്നു, ഞാൻ പെട്ടെന്ന് അടുത്ത വാക്യം വായിച്ചു ഇവിടെ നിർത്തുന്നു. അതിന്റെ പേരുന്നു 8ാമത്തെ വാക്യം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെ, അവന്റെ ഭക്തനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. നിന്റെ ശക്തിക്കൊത്തവണ്ണമല്ല പ്രിയമുള്ളവരെ, നമ്മുടെ ശക്തിക്കൊത്തവണ്ണമല്ല നമ്മൾ സുവിശേഷം ചെയ്യണം. നമ്മുടെ ശക്തിക്കൊത്തവണ്ണമല്ല നമ്മൾ ഒരു ശുശ്രൂഷ ചെയ്യണം. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പരാജയപ്പെട്ടു. നമ്മൾ പ്രാർത്ഥിക്കർത്താവേ, അങ്ങയുടെ കൃപ എനിക്ക് വേണം, ഇത് ചെയ്യുവാനുള്ള കൃപ എനിക്ക് തന്നേ മതിയാകും, ഈ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അങ്ങയുടെ കൃപ എനിക്ക് ശക്തമായിട്ട് ആവശ്യമാണ്. തിമോഥെയോസ് പറയാണ്, ദൈവം നിന്റെ മേലൊരു ശക്തി പറഞ്ഞു, നിന്റെ ആരോഗ്യത്തിന്. ദൈവശക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് 50 കിലോ എടുക്കാൻ പറ്റുന്നു, ഇപ്പൊ 100 കിലോ എടുക്കാൻ പറ്റില്ല. ദൈവശക്തി എന്ന് പറയുന്നത് ആത്മശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ആത്മശക്തി അകത്ത് വന്നാൽ അത് രോഗങ്ങളെ കവർ ചെയ്യുന്നതാണ്, അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കവർ ചെയ്യുന്നതാണ്, ഇല്ലായ്മകളെ കവർ ചെയ്യുന്നതാണ്. ആരെല്ലാം നമ്മളെപ്പോ തള്ളപ്പെട്ടു പോയാലും ഒറ്റപ്പെട്ടു പോയാലും അതിനെ അതിജീവിക്കുന്നതാണ് ദൈവശക്തി. ആ ദൈവശക്തിയാണ് നിങ്ങളെ പലയിടത്തുനിന്ന് വിടുവിച്ച് ഇവിടെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും പിശാച് നമ്മളെ തകർത്ത് കളയുവാൻ നോക്കി, രോഗം വിട്ട് തകർത്ത് കളയുവാൻ നോക്കി, ജോലി നഷ്ടപ്പെടുത്തി വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടുവന്ന് നമ്മളെ തളർത്തിക്കളഞ്ഞ് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഞാൻ നിങ്ങളുടെ പകൽക്കാലം ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത്രത്തോളം കൃപ തന്നത്. അതുകൊണ്ട് പുറത്ത് പറയാ, എന്റെ എന്റെ സാക്ഷ്യത്തെ കുറിച്ച് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എന്നെ ക്രിസ്തുവിന്റെ ബദ്ധനായിരിക്കുന്ന എന്നെ കുറിച്ച് ഓർത്ത് നീ ലജ്ജിച്ചു പോകരുത്. നീ ഒരിക്കലും കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയല്ല, അവരെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുക. ദൈവശക്തി
പ്രവേശിച്ചിട്ടുള്ള ഞാൻ സഹിച്ച പ്രയാസങ്ങൾ, ഞാൻ കടന്നുപോയ വഴികൾ, ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിന്റെ മേൽ പകർന്ന അവയെ ഡിവൈൻ പവറിനൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല പഠനായി അവയെ സ്തോത്രം, ഹല്ലേലൂയ, അവയെ സ്തോത്രം, അവയെ യുദ്ധ സേവ ചെയ്യുക. ദൈവം നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവം വെച്ചാൽ തുറന്ന കാഴ്ചയെ നമുക്ക് ചിന്തിപ്പാനായിട്ട് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിലുള്ള കൃപയിൽ പിന്നെയും ശക്തിപ്പെട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിന്റെ വരവ് ഹല്ലേലൂയ താമസിച്ചാൽ പിന്നെയും നിങ്ങൾ കാണാം. ഹല്ലേലൂയ, സ്തോത്രം. അവൻ വന്നാൽ പിന്നെയും അവനായി കാത്തിരിക്കുന്ന രക്ഷക്കായിട്ട് അവൻ വരുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് അറിയത്തില്ല അവനെ വരവിനെ കുറിച്ച് അറിയത്തില്ല, ഏത് നിമിഷമാണെന്ന് അറിയത്തില്ല, ഏത് രാത്രിയാണെന്ന് അറിയത്തില്ല, ഏത് നിമിഷമാണെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവനെ പ്രത്യാശിച്ചിരിക്കുന്നവര് ഈ ലോകത്തെ പ്രത്യാശ വെക്കുന്നവരല്ല, അവനായി നിത്യജീവിതക്കായി പ്രത്യാശ വെച്ചിരിക്കുന്നവര്, കാണാത്തതിനായി പ്രത്യാശിക്കുന്ന ദൈവമക്കളെ അവൻ വരുമ്പോൾ അവരുടെ എടുക്കപ്പെടുവാൻ നമ്മളെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് അവരെ ഒരുക്കപ്പെട്ടുകൊണ്ട് ഈ ദിവസത്തിൽ ആത്മാവിൽ ശക്തിയോടെ ജാഗരിച്ച് പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അതിനെ ഹല്ലേലൂയ, സ്തോത്രം, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനുള്ള ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ സമർപ്പിച്ചുകൊണ്ട് അവയെ സ്തോത്രം ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.